സ്വാഗതം ചതുരംഗത്തിലേക്ക്. ഇന്ന് ചതുരംഗം ചർച്ച ചെയ്യുന്നത് ബസ് വ്യവസായ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ബസ്സുകളെക്കുറിച്ച് അപകടങ്ങളായും ഗതാഗത നിയമ ലംഘനങ്ങളുമായെല്ലാം നിരവധി പരാതികളുണ്ട്. അതേസമയം തന്നെ തങ്ങൾക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല. ബസ് വ്യവസായം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ബസ്സുകളും പ്രത്യേകിച്ച് കോവിഡിന് ശേഷം സർവീസ് നടത്താനാവാത്ത സ്ഥിതിയിലേക്ക് മാറി. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവ് നടപ്പാക്കണം, ഇല്ലെങ്കിൽ സമരരംഗത്തേക്ക് എന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ബസ് ഉടമകളും മുന്നോട്ട് വയ്ക്കുന്നു. ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്കായി നിരന്തരം മുന്നിലുള്ള റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹി കൂടിയാണ്. ഒപ്പം തന്നെ പൊതുഗതാഗതത്തെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന, പൊതുഗതാഗതത്തിലെ പ്രശ്നങ്ങൾ നിരന്തരം ചൂണ്ടിക്കാണിക്കുന്ന ശ്രീ കൃഷ്ണകുമാർ, അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഷംസുദ്ദീൻ, INTUC വിഭാഗത്തിൻ്റെ മോട്ടോർ ഫെഡറേഷൻ സംഘടനയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഈ മേഖലയുമായി നിരന്തരം ബന്ധപ്പെടുന്ന അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ VS പ്രദീപ്, ബസ് ഉടമ സംഘടനയുടെ സംസ്ഥാന നേതാവ് കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ബസ്സുടമകൾ മുന്നോട്ട് വയ്ക്കുന്നത് തങ്ങൾ സർവീസുകൾ അവസാനിപ്പിക്കുകയാണ്, സമരത്തിലേക്ക് നീങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ തന്നെ അവർ ഒരു ജാഥ ഏതാനും ദിവസം മുമ്പ് നടത്തുകയുണ്ടായി. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യം തന്നെ ശ്രീ കൃഷ്ണകുമാറിലേക്ക്, നമുക്ക് ആവശ്യമാണ് ഈ പൊതുഗതാഗതം നിലനിർത്തേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ഈ കാലാവസ്ഥാ മാറ്റം, ആഗോളതാപനം മുതലായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വിവിധ പഠനങ്ങളിലൊക്കെ തന്നെ പുറത്തു വരുന്ന വാർത്തകൾ കാണിക്കുന്നത് ഈ കാർബൺ ഡയോക്സൈഡ് എമിഷൻ, അന്തരീക്ഷ താപനം വർദ്ധിപ്പിക്കൽ, ഇത്തരം കാരണങ്ങൾക്കൊക്കെ വലിയൊരു പങ്ക്, പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്ന മേഖലയാണ് ഗതാഗത മേഖല. അപ്പോൾ ഈ ഗതാഗത മേഖലയിലുള്ള വിഷയങ്ങൾ നമുക്കറിയാം, ചരക്ക് ഗതാഗതം അതുപോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നതല്ല. എന്നാൽ സാധാരണക്കാരുടെ യാത്രയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവരുടെ യാത്രാ ആവശ്യങ്ങളെല്ലാം തന്നെ ഒരു പൊതുഗതാഗത സംവിധാനത്തിലൂടെ നിറവേറ്റാൻ കഴിയുകയാണെങ്കിൽ അത് മറ്റു പല വിഷയങ്ങളായിട്ടുള്ള ഗതാഗതക്കുരുക്ക്, അതിനൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതിനൊക്കെ പുറമെ ഈ അന്തരീക്ഷ മലിനീകരണം, കാർബൺ ഡയോക്സൈഡ് എമിഷൻ, ആഗോള താപനം, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ ഒരു നിർണായകമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഈ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ട് പൊതുഗതാഗത സമ്പ്രദായം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അത് ഇന്ന് ലോകത്തിൽ തന്നെ ആഗോളതലത്തിൽ തന്നെ പല രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ നിരവധി ശാസ്ത്രജ്ഞരൊക്കെ പഠനം നടത്തി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം, പല വികസിത രാജ്യങ്ങളിലും പല പ്രധാന നഗരങ്ങളിലും ആ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഈ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള നിരവധി മാർഗങ്ങൾ, നിരവധി കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് അവരുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഈ കാർ വ്യവസായം ലോകത്തിൽ ആരംഭിച്ച് തുടർന്നുള്ള ദശകങ്ങളിൽ സ്വകാര്യ കാറുകൾക്ക് വലിയ തോതിലുള്ള ഒരു പ്രാധാന്യം നൽകുകയും, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ സ്വകാര്യ കാറുകളിൽ ഊന്നിയിട്ടുള്ള, അല്ലെ സ്വകാര്യ വാഹനങ്ങളിൽ ഊന്നിയിട്ടുള്ള ഒരു ഗതാഗത നയം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നഗരങ്ങളിലും നടപ്പിലാക്കുകയുണ്ടായി. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ഈ കാറുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് റോഡുകളിൽ വീതി വർദ്ധിപ്പിക്കുക, അതിനുവേണ്ട സൗകര്യങ്ങൾ കൂട്ടുക. അങ്ങനെ ഈ ഒരു ജനങ്ങളുടെ ഗതാഗത പ്രശ്നത്തിനെ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമം നടക്കുകയുണ്ടായി. പക്ഷേ അതെല്ലാം തന്നെ ആത്യന്തികമായിട്ട് വലിയ ഗതാഗത കുരുക്കുകളിലും നമ്മൾ എത്ര തന്നെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്താലും ചുരുങ്ങിയ സമയം കൊണ്ട് അതും പോരാതെ കൂടുതൽ വീർപ്പുമുട്ട്, കൂടുതൽ വലിയ കുരുക്കിലേക്ക്, നമുക്കിപ്പോൾ അറിയാം, ചൈനയിലൊക്കെ ചില 8 വരി 10 വരി 16 വരി റോഡുകളിലൊക്കെ പോലും ദിവസങ്ങളോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അത് കൂടുതൽ വലിയ കുരുക്കുകളിലേക്കും അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ വർധനവിലേക്കൊക്കെയാണ് പോകുന്നതെന്ന് ലോകം തിരിച്ചറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി അത്തരമൊരു മാതൃക നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല സ്ഥലത്തും സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക, സ്വകാര്യ വാഹനങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കുക, അത് ജനങ്ങളെ കൂടുതലായിട്ട് പൊതുഗതാഗതത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, എങ്ങനെയൊക്കെയുള്ള മാർഗങ്ങളിലൂടെ അവരുടെ പഴയ ഇതിലേക്ക് രൂപത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് നമ്മുടെ ഇവിടെ അതിൽ നിന്ന് വിപരീതമായിട്ടുള്ളൊരു ദിശയിൽ നമ്മുടെ ഇവിടെ വരുന്നത്. നമുക്കറിയാം, ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് കേരളം സ്വകാര്യ ബസ്സുകൾ ധാരാളമായിട്ട് എല്ലാ പ്രദേശങ്ങളിലും വളരെ ഏതാണ്ട് 35,000-40,000 ബസ് വരെ ഒരു കാലത്ത് ഓടിക്കൊണ്ടിരുന്ന, അതിനനുസരിച്ച് KSRTC ബസ്സുകളും ഏതാണ്ട് അതിനനുസൃതമായിട്ടുള്ള എണ്ണത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇന്ന് മുന്നോട്ട് വന്ന് നമുക്ക് ഈ സ്വകാര്യ വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇതിലേക്ക് വരികയും അതിനെ തുടർന്ന് ഈ സ്വകാര്യ ബസ്സുകളുടെ
മരണങ്ങളുടെയൊക്കെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു പോവുക, വളരെ ആശങ്ക ഉയർത്തുന്ന വിധത്തിൽ തന്നെ വലിയ തോതിൽ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നു. ഇപ്പോൾ അതിന് ഈ കോവിഡ് വളരെ വലിയൊരു പ്രോത്സാഹനമായിട്ടും കൂടി ഭവിച്ചു. കോവിഡ് മൂലം എല്ലാ സംവിധാനങ്ങളും അടച്ചിട്ടപ്പോൾ ഈ ധാരാളം പേർക്ക് തങ്ങളുടെ ജീവിതമാർഗം വഴിമുട്ടുന്ന ഒരവസ്ഥയുണ്ടായി. അവർക്ക് ജീവിക്കാൻ തൊഴിലിന് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു സ്വകാര്യ വാഹനം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ഇത് വരികയും അങ്ങനെ കുറേ പേര് നിർബന്ധിതരായിട്ട് ടൂ വീലറിലേക്ക് മാറുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താ വെച്ചാൽ, ഈ ഒരിക്കൽ നമ്മൾ ഈ സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്രോളിന് 1000 രൂപ ലിറ്ററിന് വിലയായാലും ഇവരാരും തന്നെ പിന്നീട് പൊതുഗതാഗത മാർഗ്ഗങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയില്ല എന്നുള്ളത് വളരെ വലിയൊരു വസ്തുതയാണ്. പിന്നെ അവരെ തിരിച്ച് പോകാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒറ്റ ഒരവസ്ഥയുള്ളൂ, അത് ഗതാഗതക്കുരുക്കാണ്. ഇപ്പോൾ ഇന്ന് ബാംഗ്ലൂരൊക്കെ നടക്കുന്നത് നമുക്കറിയാം. അതുപോലെയുള്ള വലിയ ഗതാഗതക്കുരുപ്പ് അനുഭവപ്പെടുമ്പോൾ കുറേ പേര് മെട്രോ പോലത്തെ മറ്റേലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പൊതുഗതാഗതത്തിൻ്റെ പ്രാധാന്യം ഭരണകൂടങ്ങളും മറ്റെല്ലാവരും ഇത് ഈ നയ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതിനനുസൃതമായ ഒരു തീരുമാനങ്ങളും നടപടികളും എടുക്കാനുള്ളൊരു സമയം കേരളത്തിൽ ആസന്നമായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു സംഘടനാ നേതാവ് എന്ന നിലയിൽ പൊതുഗതാഗത സംവിധാനത്തിലെ നിലവിലെ സാഹചര്യം താങ്കൾ എങ്ങനെ വിലയിരുത്തും? ഇപ്പോഴത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ബസ് മേഖല വലിയ പ്രതിസന്ധി തന്നെയാണ്. 10 വർഷത്തെ കാലയളവിനുള്ളിൽ ഏകദേശം ഒരു 20,000-ഓളം വണ്ടികളുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് 7,000-ഓളം വന്ന് നിൽക്കുകയാണ്. 7,000-ന് താഴെയാണ് തോന്നുന്നു ഇപ്പോൾ വണ്ടികളുള്ളത്. അതേപോലെ തന്നെ തൊഴിലാളികളുടെ എണ്ണം. അപ്പോൾ എന്താണിത് സംഭവിക്കുന്നതിനെക്കുറിച്ചൊരു പഠനം കൃത്യമായി നടക്കുന്നില്ല. ഏറ്റവും അധികം നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഫെയർ സ്റ്റേജിൻ്റെ വിഷയം, അതേപോലെ തന്നെ ചാർജ് വർധന, ഇത്തരം കാര്യങ്ങളാണ്. ഈ തൊഴിൽ മേഖലയ്ക്ക് വരുന്ന പ്രതിസന്ധി എന്താണ് എന്ന് കൃത്യമായി പഠിക്കാനുള്ളൊരു സംവിധാനം സർക്കാർ ഇതുവരെ ചെയ്തിട്ടില്ല. 10 വർഷത്തിനുള്ളിൽ 7,000-ഓളം വണ്ടികൾക്ക് ചുരുങ്ങുമ്പോൾ ആ മേഖലയിലെ തൊഴിൽ സാധ്യതയാണ് നഷ്ടപ്പെടുന്നത്. ഏകദേശം ഒരു ബസ്സിന് 2-3 തൊഴിലാളികൾ ഉണ്ടാവേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അത് ഏകദേശം ഒരു 25,000-26,000-ന് താഴെയായിട്ട് തൊഴിലാളികളുടെ എണ്ണം ചുരുങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സ്വകാര്യ ബസ് മേഖലയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഏകദേശം 40 ലക്ഷത്തോളം പാസഞ്ചേഴ്സ് ഈ സ്വകാര്യ ബസ് മേഖലയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നഷ്ടപ്പെട്ടു? നേരെ കൃഷ്ണകുമാരേട്ടൻ പറഞ്ഞ പോലെ സ്വകാര്യ വണ്ടികളുടെ ഒരു ബാഹുല്യം, അത് 100% സ്വകാര്യ മേഖലയിലുള്ള വണ്ടികൾ, അത് 2 വീലറായാലും 3 വീലറായാലും, ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിലും 4 വീലർ കൊണ്ടാണ് യാത്ര ചെയ്യുക, ഒരാൾ പോവുകയാണെങ്കിലും. അപ്പോൾ ആ ഒരാൾ ഒരു കാറും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ആ ഒരു ട്രാഫിക് ബ്ലോക്കും, അതേപോലെ തന്നെ അതിന് വരുന്ന ഭീമമായിട്ടുള്ള സംഖ്യ ചെലവും, ഇതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലളിതമായി എങ്ങനെ ജീവിക്കാമെന്നതിനെക്കുറിച്ച് ഉള്ള ഒരു പ്രചരണമോ അല്ലെങ്കിൽ സംവിധാനം ഒന്നും ഉണ്ടാവുന്നില്ല. എങ്ങനെ ലളിതമായി ജീവിക്കാം, എങ്ങനെ പൊതു സർവീസുകൾ ഉപയോഗിക്കാം. അപ്പോൾ യൂറോപ്യൻ മേഖലയിലൊക്കെ നമ്മളെക്കാൾ സമ്പന്നരായിട്ട് മുന്നോട്ട് പോകുന്ന യൂറോപ്യൻ മേഖലയിലുള്ള ആളുകൾ അത് എങ്ങനെ തന്നെ ലളിതമായി നമുക്ക് പൊതു സർവീസുകൾ ഉപയോഗിച്ച് ജീവിക്കാമെന്നുള്ള നല്ല രീതിയിലുള്ള ഒരു ഉപദേശമൊക്കെ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ അതൊന്നും കാണാൻ നമ്മൾ തയ്യാറാകുന്നില്ല. യൂറോപ്യൻ മേഖലയിലുള്ള ഏറ്റവും മോശപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും നല്ലതിനെയൊക്കെ തള്ളിക്കളയാനും ഉദ്ദേശിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പൊതു സർവീസുകൾ എങ്ങനെ നിലനിർത്താം. അത് നിലനിർത്തുമ്പോൾ അതിലെ ആ തൊഴിലാളികൾക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ കർശനമായിട്ടുള്ള കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്, തൊഴിലാളികൾക്ക് നേരെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമാണ്, ഒരു വണ്ടി തട്ടിയാൽ തന്നെ PCC എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവച്ചേക്കാണ്. ഇപ്പോൾ ആ സംവിധാനം കിട്ടിയില്ലെങ്കിൽ അയാൾ അർഹനല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വണ്ടി ആക്സിഡൻ്റ് ആവാനുള്ള ആ കാരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ റോഡുകളുടെ ഒരു വിഷയമുണ്ട്. ആ റോഡുകളിൽ ഒരു 10-15 വർഷം മുമ്പ് ഒരു 10 മിനിറ്റിലോ 15 മിനിറ്റിലോ വണ്ടികൾ പോയിരുന്നത് മിനിറ്റുകളാണ്. 2-3 മിനിറ്റിനുള്ള വണ്ടികൾക്ക് ഒരു അനുമതി കൊടുക്കുന്നത്. ആരാണ് അനുമതി കൊടുക്കുന്നത്? ഈ അനുമതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ വണ്ടികൾ ഓടിയെത്താനായിട്ട് വേണ്ടി വരുന്ന സമയം ക്രമീകരണം നഷ്ടപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും അത് ഒരു വണ്ടിക്ക് ബാക്കിൽ മറ്റൊരു വണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആദ്യം പോണ വണ്ടീനെ മറികടന്ന് പോണ സാഹചര്യം വരുമ്പോഴാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോണതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള PCC സംവിധാനം വന്ന് നിൽക്കുകയാണ്.
അപ്പോൾ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്വകാര്യമായി നിന്ന് ഫോട്ടോ എടുത്ത് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, വേറെ ഏതെങ്കിലും ഇത് ഇങ്ങനെ എന്തോ ഒരു കള്ളനെ കാണുന്ന പോലെ ഒരു പ്രതിയാക്കാനുള്ള ഒരു ത്വര പോലെയൊക്കെ തന്നെയാണ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. നമുക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് നല്ല സൗഹൃദമാണ്. നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് വരുള്ളൂ. ഉപദേശങ്ങളോ അല്ലെങ്കിൽ ശാസനയ്ക്ക് അപ്പുറത്ത് ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കണം. തൊഴിലാളികളും ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കണം. അവരിട്ടിട്ടുള്ളതും കാക്കിയാണ്, വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇട്ടിട്ടുള്ളതും കാക്കിയാണ്, പോലീസുകാർ ഇട്ടുള്ളതും കാക്കിയാണ്, യൂണിഫോമൊക്കെ ഒരേപോലെയാണ്. പക്ഷേ ഒരു സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കാനുള്ളത് ആരാണോ അത് നമുക്ക് പറഞ്ഞു തരുന്നത്, ആ പറഞ്ഞു തരുന്ന ആൾ കൃത്യമായി തന്നെ അയാളുമായിട്ട് സൗഹൃദത്തിലാവണം. അതല്ലാതെ നമ്മളൊരു ശാസനയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് അനുസരണം സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയായാലും അത് നമ്മൾ വടി കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവം തന്നെയാണ് ഈ മേഖലയിൽ വേണ്ടത്. ഞാൻ പൂർണ്ണമായിട്ട് എല്ലാ തൊഴിലാളികളും നല്ലതാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവരിൽ മാറ്റം വരുത്താനായിട്ടുള്ള നല്ലൊരു സ്വഭാവം, നല്ലൊരു ക്യാരക്ടറും ഉദ്യോഗസ്ഥരിലുണ്ടാവണം. ഇവിടെ പല ക്ലാസ്സുകൾ വെക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ ഇവർക്ക് കിട്ടുന്ന ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ക്ലാസ്സുകളാണ്. ആരെങ്കിലുമൊക്കെ വന്നിരുന്നാൽ മതി, നിങ്ങളൊരു 10-15 പേരായിട്ട് വന്നോളൂ, അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞാൽ പൊക്കോളൂ. അതിനപ്പുറത്ത് ആ ക്ലാസ്സുകൾ നാളെ ഗുണകരമാവണമെന്നും അവരിൽ മാറ്റം വരുത്തണമെന്നും ഇവരാണ് ഇത്രയും പേരെ കൊണ്ടുപോകുന്ന തൊഴിലാളികൾ, ഇവർക്കൊരു മാറ്റം വരണമെന്നും വിചാരിച്ച് നടക്കുന്നതല്ല. ഒരു ആവശ്യകതയിലേക്ക് നീങ്ങുന്നുണ്ട്. ശ്രീ പ്രദീപിലേക്ക് വരുമ്പോൾ, നിലവിൽ തന്നെ ഈ പൊതുഗതാഗത സംവിധാനത്തെ പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളിൽ നിന്ന് യാത്രക്കാർ അകന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നിലവിൽ നിങ്ങൾ പൊതുവായ യാത്രാ ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണം, ഇല്ലെങ്കിൽ സമരത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പൊതുഗതാഗതം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മുടെ മറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ അവർ സംസാരിച്ചു കഴിഞ്ഞു. ഈ ബസ് മേഖലയായിട്ട് പറയുമ്പോൾ നമ്മളൊരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 32,000 നിന്നാണത് 7,000 ചുരുങ്ങിയത്. അപ്പോൾ അതൊരു സത്യത്തിൽ അതൊരു വ്യാവസായിക മേഖലയിൽ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ബസ് വ്യവസായം. അപ്പോൾ അത് ചുരുങ്ങുമ്പോൾ അത് യാത്രക്കാരന് ഏറ്റവും ചിലവ് കുറഞ്ഞൊരു മാർഗമായിട്ടാണ് നമ്മൾ കണ്ടത്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് സ്വകാര്യ ബസ് മേഖല നൽകുന്നത്. ഇപ്പം മിനിമം ചാർജിൽ 10 രൂപയ്ക്ക് മിനിമം ചാർജിൽ ഇപ്പോൾ പോകാനുള്ളൊരു സൗകര്യം. നേരെ മറിച്ച് മറ്റു വാഹനങ്ങളെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാർജ് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഒരു ബസ് ഇല്ലാതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബസ്സിൻ്റെ സേവനം ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ സമൂഹത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ദിവസത്തിൽ ഒരു 1000-1200 യാത്രക്കാരെയാണ് ഒരു സ്വകാര്യ ബസ് നമ്മൾ അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ ടൗണുകളിലേക്കും അവരുടെ വീടുകളിലേക്കും അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. 1000-1200 പേരാണ്. നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ ഒരു 2 വീലറോ ഒരു കാറിലൊക്കെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ എത്ര വാഹനങ്ങളാണ് ഇവിടെ വന്നു പോകുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന എത്രയോ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സ്വകാര്യ ബസ് വ്യവസായം അതുപോലെ തന്നെ ഈ പൊതുഗതാഗതം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചാർജുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഒരിക്കലും ഞങ്ങളൊരു ബസ് ചാർജ് വർധനവുമായിട്ട് വരുമ്പോഴാണ് സാധാരണ ബസ് ഉടമകളെ അല്ലെങ്കിൽ ബസ് വ്യവസായത്തെക്കുറിച്ചൊക്കെ ആളുകൾ എപ്പോഴും ചർച്ച ചെയ്യുക. അതായത് ഞങ്ങൾ അവസാനം നിലനിൽപ്പിന്, നേരത്തെ പറഞ്ഞ ഈ എണ്ണം കുറഞ്ഞതിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. അപ്പം അത് നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാനത്തെ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ചാർജിലാണ് നമ്മളൊരു കാലോചിതമായ മാറ്റം വേണമെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 വർഷമായി ഒരു വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ബസ് ചാർജ് 1 രൂപ നിരക്കിലാണ്. ഇപ്പോൾ നമുക്ക് വിദ്യാർത്ഥികളെ ഈ ബസ്സുകളിൽ 1 രൂപയാണ് മിനിമം നിരക്ക്. 1 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്താ പറയുക, ഒരു യാചകർ പോലും നമ്മൾ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചു തരുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡുകളിൽ ഉപയോഗിക്കുന്ന ഈ കംഫർട്ട് സ്റ്റേഷനിൽ പോലും 5 രൂപ ഫീസ് ഉണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ 1 രൂപ നാണയം കൊണ്ട് വിദ്യാർത്ഥികളെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം. ഈ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ സർക്കാരിൻ്റെ സമീപനം എന്തായിരുന്നു? സർക്കാരിൻ്റെ സമീപനം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാരിന് ഇതിനെക്കുറിച്ച് പഠിച്ച ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡി, അതായത് ജസ്റ്റിസ് രാമചന്ദ്രൻ്റെ കമ്മീഷൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. അതായത് ബസ്സിൽ വരുന്ന 62% വരുന്ന യാത്രക്കാരിലെ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്തിട്ടുള്ളതാണ്.
ആ ശുപാർശയിൽ തന്നെ പറയുന്നുണ്ട് മിനിമം ചാർജ് 5 രൂപയും നിലവിലുള്ള യാത്രാ നിരക്കിൻ്റെ 50% നിശ്ചയിച്ചാൽ മാത്രമാണ് ഈ വ്യവസായം അല്ലെങ്കിൽ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളത് ഗവൺമെൻറ്റിന് പലതവണ ശുപാർശ കൊടുത്തിട്ടുള്ളതാണ് ഈ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനും. അതിനുശേഷം ഗവൺമെൻറ് പുതിയൊരു കമ്മീഷന് വെച്ചു, ആ കമ്മീഷനും റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ ഗവൺമെൻറ് ആരെയോ പേടിച്ച പോലെ അല്ലെങ്കിൽ എന്താ വിദ്യാർത്ഥി സംഘടനകളെ പേടിച്ച പോലെയോ എന്തോ പേടിച്ച പോലെ ഗവൺമെൻറ് ഒരു ചാർജ് വർധനവിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം ഗവൺമെൻറ് മറ്റ് ചാർജുകളൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ അത്യാവശ്യം തയ്യാറാണെങ്കിൽ കൂടി വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഗവൺമെൻറ് എന്തോ ഒരു മറച്ച് നിൽക്കുക, ഒരു മടിച്ച് നിൽക്കുന്ന ഒരു സമീപനാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്. ഇനിയിപ്പോൾ വിദ്യാലയങ്ങൾ തുറക്കാൻ 1 മാസത്തിലധികം സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളൊരു കേരളത്തിലെ പൊതുസമൂഹത്തോട് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും കയറി ഇറങ്ങി ജനങ്ങളോട് സംവദിച്ചിട്ടാണ് ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ 5-6 ദിവസമായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംഘടിപ്പിച്ച് തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞങ്ങളിത് അവസാനിപ്പിച്ച് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിന് വീണ്ടും ഞങ്ങളൊരു നിവേദനം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഗവൺമെൻറ്റുമായിട്ട് ഈ വിഷയം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഞങ്ങളിത് നിർത്തിവെക്കും. ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 1 ലിറ്റർ ഡീസൽ അടിക്കണമെങ്കിൽ 96 രൂപ വേണം. അപ്പോൾ എന്താ പറയുക, 96 വിദ്യാർത്ഥികളെ കയറ്റിയാൽ മാത്രമാണ് 1 ലിറ്റർ ഡീസൽ അടിക്കാനുള്ള പൈസ കിട്ടുക. പിന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഓരോ ദിവസം തോറും ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. നിങ്ങൾക്കറിയാം, ഇപ്പോൾ അത് വലിയ കമ്പനികളോ അല്ലെങ്കിൽ വലിയ ആളുകളോ ഒന്നുമല്ല. ഇപ്പോൾ ഇവിടുത്തെ സമൂഹത്തിൽ സാധാരണയുള്ള ആളുകൾ 2-3 പേരൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ ബസ്സുകൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അവർക്കത് നടത്തിക്കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഇത്രയും കോവിഡിൻ്റെ യാത്രക്കാരുടെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുകൾ വന്നു. അവരൊക്കെ മറ്റു മേഖലകളിലേക്കും മറ്റുള്ള ഇതിലേക്കും പോയതോട് കൂടിയിട്ട് ഇതിൽ നിന്ന് മാറി ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ യാത്രക്കാരുടെ എണ്ണം കുറയുന്നു, ഒപ്പം തന്നെ വരുമാനവും കുറയും. എന്നാൽ ചെലവിനൊട്ടും തന്നെ കുറയാനുള്ള ഗവൺമെൻറ് അതിനോടൊരു സഹായമായിട്ടുള്ളൊരു ഗവൺമെൻറ് ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ ചാർജിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇരട്ടത്താപ്പാണ്. ഓരോ സമയത്തും ഓരോ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട ബിന്ദു മിനിസ്റ്റർ ഇപ്പം നമ്മുടെ നേരത്തെ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാലോചിതമായ മാറ്റം വേണം, ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ മേഖലയിൽ മാത്രം ഈ സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മാത്രം ഒരു കാലോചിതമായ മാറ്റം വരുന്നില്ല. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഈ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞതായി പറഞ്ഞല്ലോ. ഈ ബസ് ഉടമ സംഘടനയുടെ സംസ്ഥാന നേതാവ് എന്ന നിലയിൽ കോവിഡിന് ശേഷമുള്ള കാലം കണക്കാക്കാം. കോവിഡിന് മുമ്പും ശേഷവുമായി എത്ര ശതമാനം ബസ്സുകൾ ഇല്ലാതായിട്ടുണ്ട്? ഇപ്പോൾ കേരളത്തിൽ ഒരു സമയത്ത് 32,000-ൽ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. ഇപ്പം ഞങ്ങളുടെ കണക്കനുസരിച്ച് ഇപ്പോൾ 7,500-ലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ മാർച്ച് 31-ന് ടാക്സ് അടച്ച് സർവീസ് നടത്തുന്നത് 7,500 ബസ്സാണ് കേരളത്തിൽ നിലവിൽ സർവീസ് നടത്തുന്നത്. തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ ഒരു 1,600 ബസ്സുകൾ കാണും തൃശ്ശൂർ ജില്ലയിൽ. അപ്പം അത്രയും എണ്ണം കുറഞ്ഞു. തൃശ്ശൂർ ജില്ലയിൽ ഒരു സമയത്ത് 2,000-2,500-നും 3,000-നും ഇടയ്ക്ക് ബസ്സുകൾ വരയ്ക്കും ഒരു സമയത്ത് ഗ്രാമീണ മേഖലയിലെ ചെറിയ ബസ്സുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത്രയും ബസ്സുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളിലേക്ക് വരാം. ഇതേ സമയം തന്നെ ഈ ബസ്സുകൾക്കെതിരെയും നിരവധി പരാതികളുണ്ട്. ഈ പൊതുഗതാഗതം ശക്തിപ്പെടുത്തുക എന്ന് പറയുമ്പോഴും അമിത വേഗത അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ സമീപനം, അങ്ങനെ പൊതുഗതാഗതത്തിൽ നിന്ന് വിട്ടുപോകുന്ന കുറേ പേർ അങ്ങനെയുമുണ്ട്. ശരിയല്ലേ? അത് ഒരു പരിധി വരെ അത് ശരിയാണ്. പക്ഷേ അതിൽ നമ്മൾ അതോടൊപ്പം തന്നെ ഒരു മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ നമ്മുടെ റോഡുകളിലുണ്ടായിട്ടുള്ള ഗതാഗത തിരക്കും കുരുക്കൊക്കെ എല്ലാവർക്കും അനുഭവമുള്ളതാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഇത് നിരന്തരം റോഡിൽ തന്നെ കഴിയുന്ന ഈ ബസ് തൊഴിലാളികളുടെ മുകളിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സമ്മർദ്ദം അനുഭവപ്പെടുന്നത്. അതുപോലെ ഓട്ടോറിക്ഷ, അവരൊക്കെ പക്ഷേ വാടക വിളിച്ചാൽ മാത്രമേ പോകേണ്ട കാര്യമുള്ളൂ. ഇവരങ്ങനെയല്ല. ഇവരുടെ ഈ അതിൻ്റെ യാത്ര അവസാനിക്കുന്ന 2 സ്ഥലങ്ങളിൽ 5-10 മിനിറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ വിശ്രമ സമയം കിട്ടുന്ന ഒഴിച്ച് ബാക്കി ഇവരുടെ തൊഴിലിൻ്റെ പൂർണ്ണ സമയവും ഇവർ ഗതാഗത കുരുക്കിൻ്റെ ഈ സമ്മർദ്ദത്തിൻ്റെ ആ ഒരു തിരക്കിൽപ്പെട്ടിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതോടൊപ്പം ഈ പല രാവിലെയും പ്രത്യേകിച്ചും വൈകിട്ടൊക്കെ ഈ ബസ്സിൽ സഞ്ചരിക്കുന്ന സ്ഥിര ആളുകൾക്ക് നഗരത്തിലെത്തിയിട്ട് അല്ലെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് ചിലർക്ക് ട്രെയിനിൽ സമയത്തിന് വണ്ടി പിടിച്ച് പോകേണ്ട ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് ഒരു കൃത്യസമയത്ത് പഞ്ച് ചെയ്ത് ജോലിക്ക് കയറേണ്ട ആൾക്കാരായിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും ഈ ബസ്സിലത്തെ കണ്ടക്ടർക്കും ഡ്രൈവർക്കും അറിയാം, സ്ഥിരം യാത്രക്കാരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ അതും കൂടി അവർ ഉൾക്കൊള്ളുകയാണ്. നമുക്ക് ഈ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ ഇവർ ഈ സമയത്തേക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം
സംരക്ഷിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു അനുഭവിപ്പിക്കുന്ന ഒരു വലിയൊരു മാനസിക സമ്മർദ്ദത്തിൻ്റെ നടുവിലാണ് ഈ തൊഴിലാളികൾ നിത്യവും തൊഴിലെടുക്കുന്നുള്ള കാര്യം കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. അത് ശരിയാണ്, പല പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ എന്തെങ്കിലും പിന്നെ പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ പോലും എപ്പോഴും നമ്മുടെ നാട്ടിലൊരു രീതി അനുസരിച്ചിട്ട് വലിയ വണ്ടിയിലുള്ള ആളാണോ അയാൾ കുറ്റക്കാരെന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുകയും അവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അവരുടെ മേൽ കുറ്റം ആരോപിക്കാനൊക്കെ പൊതുസമൂഹം ശ്രമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നെ യാത്രക്കാർ നേരത്തെ പ്രദീപും ഷംസുദ്ദീനൊക്കെ സൂചിപ്പിച്ച പോലെ അവരുടെ ഇടയിലും ചില പ്രശ്നക്കാരുണ്ട്. ഈ ബസ് ജീവനക്കാരുടെ ഇടയിലും ചില പ്രശ്നക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ കുടുംബത്തിലുള്ള പശ്ചാത്തലം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മറ്റ് വേറെ എന്തെങ്കിലും കുടുംബപരമായ മാനസിക സമ്മർദ്ദം കൊണ്ടൊക്കെ ജോലി സമയത്ത് വന്നിട്ട് അതിൻ്റെ പ്രതിഫലനം യാത്രക്കാരുടെ നേരെ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങളെ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഷംസുദ്ദീൻ സൂചിപ്പിച്ച പോലെ എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും നല്ലത് ഒരു സൗഹാർദ്ദപരമായ സമീപനം. അതിന്ന് മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലയിലും ആവശ്യമുള്ളതാണ്. എല്ലാവരും തമ്മിൽ പരസ്പരം, ഇപ്പോൾ യാത്രക്കാരനും ബസ് തൊഴിലാളികളോ അല്ലെങ്കിൽ ബസ് ഉടമയോ തമ്മിൽ ശത്രുക്കളല്ല. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ വണ്ടി ഓടിക്കുന്നത്. അതിൻ്റെ ഫലം കിട്ടുന്നത്, സേവനം കിട്ടുന്നത് നമുക്കാണെന്ന് യാത്രക്കാർ മനസ്സിലാക്കണം. അതുപോലെ ഈ യാത്രക്കാർ കൂടുതൽ കയറി അവർക്ക് സംതൃപ്തിയോടുകൂടി സുരക്ഷിതയോടുകൂടി യാത്ര ചെയ്യാൻ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതെന്നും അവരിൽ നിന്നാണ് നമുക്ക് അന്നം കിട്ടാനുള്ള ഒരു വരുമാനം ഉണ്ടാകുന്നുള്ളത് ബസ് തൊഴിലാളികൾ മനസ്സിലാക്കണം. അങ്ങനെ പരസ്പരം വിശ്വാസത്തിലും ബഹുമാനത്തിലും സൗഹൃദത്തിലും പെരുമാറിക്കൊണ്ട് അത് പരസ്പരം അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് കുറേ ലഘൂകരണം വളർത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ മേഖലയിൽ തൊഴിലാളികൾക്ക് തന്നെ അവരുടെ നിലനിൽപ്പിനെ കുറിച്ച് ആകാംക്ഷയുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ വലിയൊരു സമ്മർദ്ദത്തിൻ്റെ ഒരു തട്ടിലാണ് അത്. നമ്മുടെ പൊതുഗതാഗത മേഖല മൊത്തത്തിൽ തന്നെ ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ സമ്മർദ്ദങ്ങളൊക്കെ തന്നെ ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം ആയാലും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആയാലും യാത്രക്കാരെ സംബന്ധിച്ച് എല്ലാവർക്കും ഇതിൻ്റെ ഒരു സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പല പ്രതിഫലനങ്ങളാണ് ഈ കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ഷംസുദ്ദീൻ, സൗഹാർദ്ദപരമായ അന്തരീക്ഷമില്ല യാത്രക്കാരുമായി ജീവനക്കാർക്ക് എന്നുള്ളത് ഭൂരിഭാഗം ബസ്സുകളിലുള്ള അനുഭവങ്ങൾ, നിരവധി പരാതികൾ ഉയർന്നു വരാറുണ്ട്. ഇതേസമയം തന്നെ വളരെ നല്ല രീതിയിൽ യാത്രക്കാരോട് ഇടപഴകുന്ന ബസ് ജീവനക്കാരെ ഈ ബസ് യാത്രക്കാരുടെ കൂട്ടായ്മ ചേർന്ന് ആദരിക്കുന്ന അപൂർവ വാർത്തകളും നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ തന്നെ നേരത്തെ പറയുകയുണ്ടായി, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ച് ക്ലാസ് നൽകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക്. എന്തുകൊണ്ട് ഇങ്ങനെ കൂടുതലായി സംഭവിക്കുന്നു? പലപ്പോഴും ഒരു ദിവസം രാവിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് സംയുക്ത പരിശോധന നടത്തിയപ്പോൾ രാവിലെ തന്നെ ഈ ബസ് ജീവനക്കാരിൽ ചിലർ മദ്യപിച്ചതായി പോലും കണ്ടെത്തിയിരുന്നു. ഈ സംഘടന ശ്രദ്ധിച്ചിട്ടുണ്ടോ കാര്യങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പൂർണ്ണമായിട്ടും ഈ മേഖലയിലെ തൊഴിലാളികളെല്ലാം തന്നെ പെർഫെക്റ്റാന്ന് പറയാനൊന്നും ഞാൻ തയ്യാറല്ല. എങ്ങനെ അവരെ മാറ്റിയെടുക്കാം, അതാണ് പ്രധാനമായിട്ട്. ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഗവൺമെൻറ് ടാർഗറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു കുറിക്കമ്പനിയിൽ ഒരു കളക്ഷൻ ഏജൻറ്റിന് ടാർഗറ്റ് കൊടുക്കുന്ന പോലെ ഒരു പോലീസ് ഓഫീസർക്കും അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു മാസം ഇത്ര രൂപ ടാർഗറ്റ് ഇട്ട് കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ടുള്ള സംവിധാനമാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്കും അറിയാം, മദ്യപിച്ച ഒരാൾ ആ മദ്യപിച്ചതിൻ്റെ അയാളുടെ ആ ബോഡിയിൽ നിന്നുള്ള ആൽക്കഹോളിൻ്റെ അളവ് പോകണമെങ്കിൽ സമയമെടുക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഇന്നലെ മദ്യപിച്ച ഒരാളാണെങ്കിലും ഇന്ന് കാലത്തായാലും ആ ആൽക്കഹോളിൻ്റെ അളവ് സ്വാഭാവികമായിട്ട് അയാളെ ബോഡിയിലുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ തൊഴിലാളികളല്ല, പല തൊഴിലാളികളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണ്, ഞാൻ എന്ത് ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിട്ടുള്ളത്, ഞാൻ പൊതു സർവീസിൽ നിൽക്കുന്ന ഒരു ബസ്സിൻ്റെ ഡ്രൈവറാണ്, ഞാൻ ഇത്രയും ആളുകളെ വെച്ച് പാസഞ്ചേഴ്സിനെ വെച്ച് ഡ്രൈവ് ചെയ്ത് എൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ഈ വണ്ടി പോകുന്നത്, ഇങ്ങനെ ചിന്തിക്കാനായിട്ട് ശേഷിയില്ലാത്ത തൊഴിലാളികളുണ്ട്. എന്നാൽ ആ തൊഴിലാളികളെ ആ രീതിയിൽ ചിന്തിപ്പിക്കാനായിട്ടാണല്ലോ നമുക്ക് പോലീസും വെഹിക്കിളും അതേപോലെ തന്നെ മറ്റു സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരം തൊഴിലാളികളെ ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് പൊതുസമൂഹത്തിന് സാധിക്കാത്തത്? അവിടെയാണ് നമ്മൾ ഇത് പരിശോധിക്കാനുള്ളത്. ഒരാളെ നമ്മൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ആളെ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റപ്പെടുത്തുന്ന ആൾ എന്തുകൊണ്ട് അങ്ങനെയായി എന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് പരിശോധിക്കണം. അയാൾ ആവാനുണ്ടായ സാഹചര്യം എന്താണ്? ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ടാണ് ഗവൺമെൻറ് ശമ്പളം കൊടുത്ത് ഒരുപാട് പേരവിടെ വെച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ ആ രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഒരാൾ ഏതെങ്കിലും രൂപത്തിലൊരു സംവിധാനം തെറ്റ് ചെയ്താൽ
അയാൾ ഇന്ന് ഫൈൻ അടപ്പിക്കുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഇപ്പോൾ മോട്ടോർ മേഖല പ്രത്യേകിച്ച് ഫൈൻ അടപ്പിക്കുക, കാശ് കളക്ട് ചെയ്യുക, ഒരു മാസം ആകുമ്പോൾ ഇത്ര രൂപ ഫണ്ട് ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുക. അയാളാണ് ഏറ്റവും മിടുക്കനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ. അല്ല, ഇത് ഈ ബസ് വ്യവസായ മേഖലയിൽ ഇതുപോലെ ജീവനക്കാർക്കെതിരെ പരാതിയുള്ള മറ്റൊരു മേഖല സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ താങ്കൾ പറഞ്ഞ പോലെ മദ്യപിക്കുന്നവരുണ്ടായിരിക്കാം, പലരും മയക്കുമരുന്ന് ഉപയോഗിച്ചായി കണ്ടെത്തിയിട്ടുണ്ട്. മൊത്തം ജീവനക്കാരെ അടച്ചാക്ഷേപിച്ച് പറയുകയല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അപകടങ്ങളിൽ കൊല്ലപ്പെടുന്നവർ, ഈ ബസ് ജീവനക്കാർ തമ്മിൽ പോലും ഈ യാത്രയുടെ സമയത്തെ ചൊല്ലിക്കൊണ്ട് പരസ്പരം ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങി മറ്റ് ബസ്സിലെ ഡ്രൈവറെ അല്ലെങ്കിൽ കണ്ടക്ടറെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷത്തിലൊക്കെ വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. ആ വിഷയമാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു വണ്ടിയുടെ ഒരു ടൈം, ആ ടൈമിന് ആ വണ്ടിക്ക് ഓടിയെത്താൻ പറ്റാത്ത സാഹചര്യം വരുന്നത് ഇവിടുത്തെ റോഡിൻ്റെ പ്രശ്നമാണ്. സ്വാഭാവികമായിട്ടും മറ്റേ ബാക്കിലുള്ള വണ്ടിക്കാരന് ഇയാൾ പോണേക്കാൾ സ്പീഡിൽ എത്താൻ പറ്റുകയാണ്. അയാൾക്ക് അറിയുന്നില്ല ഈ ബസ്സുകാരൻ പോയിട്ടില്ല. കാരണം ട്രാഫിക് ബ്ലോക്ക് ബാക്കിൽ വരുന്ന വണ്ടിക്കാരൻ അറിയണില്ലല്ലോ. ഇയാൾ സ്വാഭാവികമായിട്ട് അയാളുടെ ടൈമിന് ഓടിയെത്തുമ്പോൾ മറ്റാൾ പോയിട്ടില്ല. ഇയാളെ സമയത്താണ് മറ്റേ വണ്ടി ബ്ലോക്കിൽ കിടക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ കോമ്പീറ്റ് ചെയ്തിട്ടാണ് അടുത്ത സ്റ്റാൻഡിലേക്ക് എത്തേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ടും നേരത്തെ കൃഷ്ണകുമാരേട്ടൻ പറഞ്ഞ പോലെ എല്ലാ പ്രഷറും വെച്ചിട്ടാണ് അയാൾ വണ്ടിയിലിരിക്കുന്നുണ്ടാവുക. സമയത്തിന് എത്താൻ പറ്റിയിട്ടില്ല, പാസഞ്ചേഴ്സിനെ എത്തിക്കേണ്ട സമയത്തിന് എത്താൻ പറ്റിയിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് വണ്ടി ഓടിക്കുമ്പോൾ ആരെങ്കിലും ചെറിയ രീതിയിൽ ഏതെങ്കിലും രൂപത്തിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലോ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കൺട്രോൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗമമായ യാത്രയ്ക്കുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് തന്നെയാണ്. ഒരു വണ്ടിക്ക് പെർമിറ്റ് കൊടുക്കുമ്പോൾ ആ വണ്ടി കൃത്യസമയത്ത് ഇന്ന ടൈമിനുള്ളിൽ ഇന്ന സ്ഥലത്ത് ഓടിയെത്താനായിട്ടുള്ള സമയക്രമീകരണം കൊടുക്കുമ്പോൾ ആ സമയക്രമീകരണത്തിനുള്ളിൽ തന്നെ ആ വണ്ടിക്ക് സുഗമമായി ഓടിയെത്താനുള്ള സാഹചര്യം നമ്മൾ റോഡുകളിലില്ല. ഈ റോഡുകളിലില്ലാത്ത സാഹചര്യം തന്നെയാണ് ഇപ്പോൾ പൊതുമേഖലയിൽ മാത്രമല്ല, 2 ടൂ വീലറുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നുണ്ടല്ലോ, 2 കാറുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നുണ്ടല്ലോ. നമ്മൾ പൊതു സർവീസിലുള്ളത് മാത്രം കാണരുത്. റോട്ടിൽ നമ്മൾ ഒരു ദിവസം റോട്ടിൽ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ നമ്മൾ അതിൻ്റെ ഇടയിൽ മറ്റു മേഖലയിലില്ല എന്ന് പറയുന്നില്ല. നമ്മൾ ബസ്സിൻ്റെ മേഖലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതാണ്. പ്രതിവിലേക്ക് വരുമ്പോൾ ബസ് ഉടമകൾ എന്ന നിലയിൽ ബസ് ജീവനക്കാർക്ക് പ്രഷർ നൽകുന്നുണ്ട്. കാരണം ഒരു നിശ്ചിത വരുമാനം ദിവസവും വേണം എന്നുള്ളത് ബസ് ഉടമകളുടെ ആവശ്യമാണ്. അത് ഈ സമയം തെറ്റിയാൽ, ചിലപ്പോൾ സമയം വൈകി ട്രിപ്പ് ക്യാൻസൽ ആവുന്ന സ്ഥിതിവിശേഷം വരുമ്പോൾ അങ്ങനെയാകുമ്പോൾ വലിയ വ്യത്യാസം വരാറുണ്ട്. രണ്ടാമതൊരു കാര്യം കൂടി, മുൻപൊരു തീരുമാനമായിരുന്നില്ല, നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു, ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവർ അത്തരം രീതിയിലുള്ള ആളുകൾ ജീവനക്കാരായി വരണം എന്നുള്ള രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് തീരുമാനമൊന്നും ഉണ്ടായില്ല. ഈ 2 കാര്യങ്ങളൊന്ന് പറയാമോ? അല്ല, നേരത്തെ പറഞ്ഞല്ലോ, അപകടങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ സാധാരണ ഈ പൊതുഗതാഗതത്തിൽ ഇതുപോലെയുള്ള ബസ്സുകൾ അപകടത്തിൽ വരുമ്പോഴാണ് കൂടുതൽ വാർത്തകൾ വരുന്നത്. അതുപോലെ മദ്യപിച്ച കേസുകൾ പറയുമ്പോൾ അപൂർവം ഇല്ലയെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ രാവിലെ നോക്കിയ ജീവനക്കാർക്ക് മദ്യപിച്ച് കിട്ടിയുള്ള വാർത്തകളൊക്കെ അതൊക്കെ കൂടുതൽ വരും. പക്ഷേ അതേ പോലീസ് സ്റ്റേഷനിൽ ദിവസേന സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ച് മദ്യപിച്ച് എടുത്ത കേസുകളുടെ എണ്ണം നോക്കണം നമ്മൾ. അത് വാർത്തയാവുന്നില്ല എന്നുള്ളൂ. ഓരോ പോലീസ് സ്റ്റേഷനിൽ പോലീസ് നമ്മൾ മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വലിയ നേരത്തെ പറയുമ്പോൾ ടാർഗറ്റ് കൊടുത്തതിൽ അവർ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് ഇതുമാതിരി സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന മദ്യപിച്ചിട്ടുള്ള ആളുകളുടെ കേസുകളാണ്. അതിൻ്റെ ഞങ്ങൾ അടുത്ത് തന്നെ ഞങ്ങൾക്ക് വിവരാവകാശ പ്രകാരം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ എണ്ണം നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന കണക്കാണ് കിട്ടുന്നത്. അത്രയധികം ആളുകളെ. പക്ഷേ ഒരു ബസ്സിലത്തെ ഒരു ജീവനക്കാരൻ ഒന്ന് മദ്യപിച്ചു അല്ലെങ്കിൽ രാവിലെ അവനത് ചെയ്തു എന്ന് പറയുമ്പോൾ മാത്രമാണ് അത് വാർത്തകൾ വരുന്നത്. അത് നിങ്ങൾ മറ്റു കാര്യങ്ങളും കൂടി നിങ്ങളത് സമൂഹത്തിൽ അറിയിക്കേണ്ട ബാധ്യതയും കൂടിയും പ്രിയ സുഹൃത്തിനോട് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നേരത്തെ നമ്മൾ സംസാരിച്ചതിൽ ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC എന്ന് പറഞ്ഞത് നിർബന്ധമാക്കിയത് ഇപ്പോൾ അടുത്ത കാലത്ത്, ഇപ്പോൾ ഈ April 1 മുതലാണ് സർക്കാർ ഇപ്പോൾ ബസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് RTO ഓഫീസുകളിൽ ചെല്ലുമ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനക്കാരുടെയും അതുപോലെ ഉടമയുടെയും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും. പക്ഷെ ഒരു മേഖലയിലും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇത്. ബസ് മേഖലയിൽ മാത്രം അടിച്ചേൽപ്പിക്കുന്നതിനെയാണ് ഞങ്ങൾക്ക് എതിർപ്പുള്ളത്. മറ്റ് മേഖലകളിലൊന്നും പോലീസ് ക്ലിയറൻസ്, ഇവിടെ എത്രയോ വിഭാഗങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. എത്രയോ ഇതിനേക്കാൾ ബാറിലടക്കം എത്രയോ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കൊന്നുമില്ലാത്ത പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ ബസ്സിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് മാത്രം വേണമെന്ന് പറയുന്നതിലെ കാര്യമാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതുപോലെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഇപ്പോൾ വളരെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യമാണ്. ഒരു ചെറിയ മോട്ടോർ വാഹന ലംഘനത്തിൻ്റെ ഒരു കേസ് പോലും നിലവിലുണ്ടെങ്കിൽ
ഇവിടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. ആ ജീവനക്കാരന് പിന്നെ ആ തൊഴിൽ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉടമയ്ക്ക് പോലും ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ബസ് പെർമിറ്റുമായി പുതുക്കുന്നത് ബന്ധപ്പെട്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ച് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായി അപേക്ഷിച്ചിട്ട് ഓൺലൈനിൽ അപേക്ഷിച്ചിട്ട് പോലീസ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതോ ഒരു 6 വർഷം മുൻപാണ്ട് ഞാനൊരു ചെറിയൊരു വാഹനം തട്ടിയ ഒരു കേസിൽ ഞാൻ ഫൈൻ അടച്ചു പോന്നിട്ടുണ്ട്. ആ ഫൈൻ അടച്ചു പോകുന്ന കാര്യം പോലീസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങളുടെ ഉണ്ട് അത്ര 6 വർഷം മുമ്പ് നിങ്ങൾ അടച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ അത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഗവൺമെൻറ് നിർബന്ധമാക്കിയിട്ടുള്ളത്. മറ്റ് മേഖലകളിൽ ഒന്നുമില്ലാത്ത ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ ബസ് മേഖലയിൽ മാത്രം നടപ്പിലാക്കിയത്. അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്, അല്ലാതെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് ഞങ്ങൾ എതിരായിട്ടില്ല. അതുപോലെ ബസ്സിൻ്റെ സുരക്ഷിതമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതുപോലെ ക്യാമറ വെക്കണം എന്ന് പറഞ്ഞു. ബസ്സുകളിൽ സുരക്ഷാ ക്യാമറ വെക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ശരിയാണ്, അത് ബസ്സിൽ ഇപ്പോൾ എല്ലാ മേഖലകളിലും സുരക്ഷയുടെ ഭാഗമായിട്ട് ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യ ഗവൺമെൻറ്റിൻ്റെ ആൻ്റണി രാജു മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഞങ്ങളോട് 3 ക്യാമറകൾ വെക്കണം എന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടും അതിൻ്റെ ഫണ്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു ഗവൺമെൻറ് പറഞ്ഞു അതിൻ്റെ പകുതി പൈസ ഇത് നേരത്തെ പറഞ്ഞ റോഡ് സേഫ്റ്റി ഫണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് അനുവദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു. ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ ക്യാമറ സ്ഥാപിച്ചു. എല്ലാ ബസ്സുകളിലും ക്യാമറ നിർബന്ധമാക്കി 3 ക്യാമറകൾ 3 വീതം സ്ഥാപിച്ചു. എന്നാൽ ഇതുവരെയായിട്ട് ഗവൺമെൻറ് ആ റോഡ് സേഫ്റ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ ആ പകുതി പൈസ ഇപ്പോൾ തന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിനോട് മന്ത്രിയോട് ചോദിച്ചപ്പോൾ പറയുന്നത് അത് പഴയ മന്ത്രിയാണ് പറഞ്ഞത്. പുതിയ മന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് അത് ബാധ്യതയില്ല, അത് കാരണം കൊണ്ട് തരാൻ പറ്റില്ല. അപ്പോൾ ആ ക്യാമറ മുഴുവൻ 3 ക്യാമറകളുടെയും ചുമതല ഞങ്ങൾക്കായി. ഞങ്ങൾ അതിൻ്റെ അധിക ബാധ്യത വന്നു, ഞങ്ങളത് ഏറ്റെടുത്തു. അതിന് പുറമെ ഇപ്പോൾ പുതിയതായിട്ട് വീണ്ടും 2 ക്യാമറ കൂടി വെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുക. ഇതൊക്കെ ചില ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കും. ക്യാമറകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടല്ലോ. 3 ക്യാമറകൾ ഇപ്പം നമ്മൾ നിർബന്ധമാണ്. വണ്ടികൾ എല്ലാ ബസ്സുകളിലും 3 ക്യാമറകളുണ്ട്. ഫ്രണ്ടിലുണ്ട്, പുറകിലുണ്ട്, ഉള്ളിലൊരു ക്യാമറയുണ്ട്. അങ്ങനെ 3 ക്യാമറകൾ നിർബന്ധമാണ്. ഇപ്പോൾ ഏത് വണ്ടി CFന് പോകുമ്പോഴും അതുപോലെ അതിൻ്റെ ക്യാമറ അത് നിർബന്ധമാണ്. നമ്മൾ വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാ ബസ്സുകളിലും ക്യാമറ. ഇപ്പോൾ ഈ അടുത്തൊരു മാസത്തോടു കൂടിയാകുമ്പോൾ എല്ലാ ബസ്സുകളിലും പൂർണ്ണമായും ക്യാമറകളാവും. അതിന് പുറമെ ഇപ്പോൾ 2 ക്യാമറകൾ കൂടി വെക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫുട്ബോർഡിൽ ഒരു ക്യാമറ വെക്കണം. പിന്നെ ഒരു അടിയന്തരമായിട്ട് പറയേണ്ടത് ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഫേസ് ഡിറ്റക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞൊരു ക്യാമറയും കൂടിയാണ് ഇപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഡ്രൈവറുടെ മുകളിൽ നിന്ന് ഒരു ക്യാമറ വെക്കണം. അത് നോക്കണം, അത് വെക്കണം. ആ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോന്നു 200-300 മീറ്ററിൽ ഇവിടെ ബസ് സ്റ്റോപ്പുള്ള ഈ സ്ഥലത്ത് ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ക്യാമറ വെക്കണം എന്ന് സ്ഥാപിക്കുന്നതിൽ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്ത് പഠനം നടത്തിയിട്ടാണ് ഇവർ പറയുന്നത്? അതിൻ്റെ ഏറ്റവും വലിയ സത്യം ഈ ക്യാമറകളൊന്നും ലഭ്യമല്ല. അഥവാ ലഭ്യമാണെങ്കിൽ തന്നെ 20,000 മുതൽ 25,000 രൂപ വരെയാണ് ഈ ക്യാമറയുടെ വില. എന്നിട്ട് ഇതിൻ്റെ കൺട്രോള് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ പോയി അവിടെ നിന്ന് ഞങ്ങൾ നോക്കുന്നതാണ് പറയുന്നത്. അത് സത്യത്തിൽ ഈ പാലക്കാട് നടന്ന മറ്റേ ബസ് അപകടവുമായി അതിലത്തെ ഡ്രൈവർ ഉറങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു കമ്മീഷൻ്റെ കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. പക്ഷേ അത് ആദ്യം നടപ്പിലാക്കേണ്ടത് എവിടെയാണ്? ഈ ദീർഘദൂര ബസ്സുകളിലോ അല്ലെങ്കിൽ KSRTC പോലെയുള്ള ദീർഘദൂര ബസ്സുകളിലോ അതുപോലെ തന്നെ ലോറികളിലോ അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങളിലോ. ഈ സ്വകാര്യ ബസ്സുകളോട് ഇത്തരം നിബന്ധനകൾ വെക്കുമ്പോഴും നിങ്ങളത് നടപ്പാക്കുമ്പോഴും ഈ KSRTC സർക്കാരിൻ്റെ പൊതുഗതാഗത സംവിധാനമാണല്ലോ, നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മന്ത്രി എന്താണ് പറയുന്നത്? ഇപ്പം നേരത്തെ പറഞ്ഞ ഈ ക്യാമറകൾ മുഴുവൻ KSRTCയിൽ വെച്ചിട്ടില്ല. ആദ്യം ദീർഘദൂരം ഓടുന്ന KSRTCയിൽ പോലും ഇത് വെച്ചിട്ടില്ല. പക്ഷെ ആദ്യത്തെ ഒരു പരീക്ഷണശാല ഇവിടെ സ്വകാര്യ ബസ്സുകളുടെ മേലേക്കാണ്. ഇതിന് പിന്നിൽ സത്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞ ചില ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെ പിന്നിൽ. ഉദ്യോഗസ്ഥന്മാരിത് പല കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് അവർ തമ്മിലുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗം നടപ്പിലാക്കുക. ശരിക്കും ഇത് മന്ത്രി മറ്റുള്ളവരോടൊക്കെ പറയുമ്പോൾ അവർക്കത് നിസ്സഹായമായിട്ട് നോക്കി നിൽക്കുക. ഇവരാണ് ഇതിൻ്റെ പിന്നിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സുരക്ഷയുടെ ഭാഗമായിട്ട് GPS ഉണ്ട്, സ്പീഡ് ഗവർണർ ഉണ്ട്. ഇതിൻ്റെ ഒന്നും ഒരു കമ്പനി പോലും ഇവിടെ ഇല്ല. ഇപ്പം അത് അവരൊക്കെ ആ സമയത്ത് ഈ GPS നടപ്പിലാക്കണം, സ്പീഡ് ഗവർണർ നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ കുറേ കമ്പനികൾ വന്ന് അവരെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ കണ്ട് ഈ കമ്പനികളുടെ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് കേരളത്തിൽ മാറ്റിയിരിക്കുക. ഇതെല്ലാ വാഹനങ്ങളിലും ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കുക. ഇപ്പോൾ GPS എന്ന് പറഞ്ഞു. GPS-ൻ്റെ സംവിധാനം വെച്ച് 2,500 രൂപ 3,000 രൂപ വരണം ഒരു വർഷം അത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അത് സ്വകാര്യ കമ്പനികളിലേക്കാണ് കൊടുക്കുന്നത്. റീചാർജ് ചെയ്ത് അവർ പോയി. ഈ GPS എന്ന് പറയുന്ന സംവിധാനം ഡൽഹിയിൽ നിർഭയ കേസുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുള്ളതാണ്. ആളുകളുടെ സുരക്ഷ, അതിലെല്ലാ സ്വിച്ചുകൾ വെച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ ഈ സ്വിച്ചുകൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ റൂമിൽ വരും. ആ കൺട്രോൾ റൂമിൽ നിന്ന് നേരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അധിക പോലീസ് അല്ലെങ്കിൽ സംവിധാനങ്ങൾ വന്ന് ഇതിനെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ 3 വർഷമായിട്ട് GPS ഞങ്ങൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. ഗവൺമെൻറ്റിൽ ഇങ്ങനെ ഒരു കൺട്രോൾ യൂണിറ്റ് അന്ന് ആരംഭിച്ചതല്ലാണ്ട് ഇന്ന് വരെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം ഒന്നും നടന്നിട്ടില്ല. ഏതെങ്കിലും നിങ്ങളിപ്പോൾ 2 വർഷമായിട്ട് ഏതെങ്കിലും ബസ്സുകളിൽ ഈ സുരക്ഷ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബസ്സുകളിൽ കയറിയ ആ സ്വിച്ച് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഇത് വരുന്നുണ്ടോ? അത് പ്രവർത്തിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രങ്ങളിലടക്കം റിപ്പോർട്ട് ചെയ്തിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൻ്റെ കേസ് എടുത്തിരിക്കുക. ഈ GPS വെച്ച സംവിധാനത്തിനെ കുറിച്ചിട്ട് തെറ്റായിട്ടുള്ള രീതിയിൽ വെച്ചിട്ട് ഇതിന്റെ സംവിധാനം ഗവൺമെന്റ് ആയാലും നടപ്പിലാക്കുന്നില്ല. കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഇത് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണ്. GPS സംവിധാനം, സ്പീഡ് ഗവർണർ സംവിധാനം, ഇതൊക്കെ കമ്പനികൾ, ഒരു അപ്രൂവ്ഡ് കമ്പനികളൊന്നല്ല. ഇത് ഓരോ കമ്പനികൾ ഓരോ സമയത്ത് വരും, അവരെ ഉദ്യോഗസ്ഥന്മാരെ കാണും, അപ്പോൾ അത് ഈ പ്രൊഡക്റ്റ് വെക്കും. ഇപ്പം ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ ഇത് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ വർഷങ്ങളിലും GPS 2500 രൂപയ്ക്ക് 3000 രൂപയ്ക്ക് റീചാർജ് ചെയ്യണം. അതുപോലെ സ്പീഡ് ഗവർണർ റിപ്പയർ ചെയ്യാൻ ഒരു കമ്പനികളില്ല. അവസാനം ഇവിടുത്തെ കുറേ ലോക്കലായിട്ടുള്ള ആളുകളൊക്കെ പഠിച്ച് ഇപ്പം അത് റിപ്പയർ ചെയ്ത് അത് CFന് കൊണ്ടുപോകുമ്പോൾ അത് വെക്കണം. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള ക്യാമറകൾ സുരക്ഷയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്കും കാണാൻ കഴിയും. അതുപോലെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായ പല ഗുണങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പല അപകടങ്ങളും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കേസുകളും ഞങ്ങൾ എടുക്കുന്നതിന് ഒരു പരിധി വരെ ഇപ്പം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ പല കേസുകളും ഞങ്ങൾ വലിയ വാഹനങ്ങളാണെങ്കിൽ ഞങ്ങളുടെ പേരിൽ എടുത്തിരുന്നത് ഈ ക്യാമറയിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ ബസ് മുന്നോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് വന്ന് ഇടിക്കുക. പക്ഷേ പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേരിൽ തന്നെയാണ് കേസ് ഉണ്ടായിരുന്നത്. ഇന്നത് മാറി. ക്യാമറയിൽ വന്ന് ക്യാമറ കാണിച്ച് ഞങ്ങൾ പല പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ പറയുന്നത് വൃത്തിയില്ലാണ്ട് ഇപ്പോൾ ആ എതിർകക്ഷിക്കെതിരെ കേസെടുക്കുന്ന, ചെറിയ വാഹനങ്ങൾക്കെതിരെ കേസെടുക്കുന്ന നടപടികൾ കൊണ്ടുകൊണ്ട് ക്യാമറ കൊണ്ട് ഞങ്ങൾക്ക് ഗുണമുണ്ട്. പക്ഷേ ആ ക്യാമറ വെക്കുമ്പോൾ തന്നെ അനാവശ്യമായിട്ട് ഇത്തരം ക്യാമറകൾ ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ നോക്കുക, അതുപോലെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ വില കൂടിയ ക്യാമറകൾ വെപ്പിച്ച് ഞങ്ങളതിനെ പീഡിപ്പിക്കുന്ന ഒരു സംവിധാനം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ചോദ്യത്തിന് കൂടി ഉത്തരം പറയാം. KSRTCയുടെ കാര്യം. നമ്മളിവിടെ ഈ പൊതുഗതാഗതത്തിൻ്റെ ഭാഗം തന്നെയാണ് KSRTC. ഞങ്ങൾ 7500-8000 ബസ്സുകൾ സർവീസ് നടത്തുമ്പോൾ KSRTC 3000 ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ നൽകുന്നതിനേക്കാൾ എന്തധിക സേവനമാണ് ഈ KSRTC നൽകണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങളോട് ഒരു നയം, ഗവൺമെൻറ്റിന് KSRTCയോട് മറ്റൊരു നയമാണ്. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ മറ്റേ ധനകാര്യമന്ത്രി വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു 6500 കോടി രൂപ ഞങ്ങൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ എത്തിയതിന് ശേഷം KSRTCക്ക് ഞങ്ങൾ നൽകി. ഇത് നിലനിർത്താൻ വേണ്ടി 6500 കോടി രൂപ നൽകി. 6500 കോടി രൂപ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിൽ 4 കോടി രൂപയോളം KSRTCക്ക് കൊടുത്തു. ഈ 3000 ബസ്സുകൾ വെച്ച് കണക്കാക്കുമ്പോൾ ഏകദേശം 14500 രൂപ ഒരു ദിവസം KSRTCക്ക് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ KSRTC ബസ്സുകൾ നമ്മുടെ നാട്ടിലെ ഒരു KSRTC ബസ് സർവീസ് നടത്തുമ്പോൾ 14500 രൂപ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന്, അതായത് നമ്മുടെയൊക്കെ പണം കൊണ്ട് KSRTCക്ക് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ടാണ് KSRTC സർവീസ് നടത്തുന്നത്. നേരെ മറിച്ച് ഞങ്ങളോ ഈ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു ദിവസത്തിൽ റോഡ് ടാക്സിൽ മാത്രം 400 രൂപ കൊടുക്കുന്നുണ്ട്. റോഡ് ടാക്സിൽ മാത്രം. അതുപോലെ സ്പെയർ പാർട്സിൻ്റെ ആയിക്കോട്ടെ, ടയറിൻ്റെ ആയിക്കോട്ടെ, ഓയിലിൻ്റെ ആയിക്കോട്ടെ, ഡീസലിൻ്റെ ആയിക്കോട്ടെ, ഇങ്ങനെ ഇതിൻ്റെ ഒക്കെ സെയിൽ ടാക്സ് GST വേറെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തു വരുമ്പോൾ ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ കണക്കിൽ ഒരു 2500 രൂപയോളം ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ ദിവസേന ഒരു ബസ് സർവീസ് നടത്താൻ 2500 രൂപ ഗവൺമെൻറ്റിലേക്ക് അങ്ങോട്ട് അടയ്ക്കുക. ഞങ്ങൾ അങ്ങോട്ട് അടയ്ക്കുക. KSRTC 14250 രൂപ നമ്മുടെ നിന്ന് പിടിഞ്ഞിട്ട് KSRTC ഓടിക്കും. ഇതൊന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പം ഇതിനു വേണ്ടി എന്നിട്ട് KSRTCയെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് ഞങ്ങൾ ഈ വ്യവസായം ഓരോ ദിവസം തോറും അധപതിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഞങ്ങളിപ്പോൾ പറഞ്ഞു, ന്യായമായിട്ടുള്ളൊരു കാര്യമല്ലേ ഞങ്ങൾ പറയുന്നത് വിദ്യാർത്ഥികളുടെ കാര്യം. അതിലേക്ക് വരാതെ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. ഈ പൊതുഗതാഗത സംവിധാനം വേണമെന്നെല്ലാം നമ്മൾ പറയുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് വീഴ്ചകൾ, ചില മണ്ടൻ തീരുമാനങ്ങൾ നടപ്പിലാക്കുക, ഈ റൂട്ട് സംബന്ധിച്ചുള്ള തീരുമാനം സർക്കാരിൻ്റെ തന്നെ ഈ മോട്ടോർ വാഹന വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പല തെറ്റായ തീരുമാനപ്രകാരമാണ് പലപ്പോഴും ബസ് ജീവനക്കാർ തമ്മിൽ തർക്കമുണ്ടാകുന്നത്, റൂട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒപ്പം തന്നെ അതിനേക്കാൾ ഗൗരവമായി ഇങ്ങനെയൊക്കെ റോഡ് ടാക്സ് മേടിക്കുമ്പോഴും ഗതാഗത സംവിധാനമില്ലാത്ത, റോഡ് എന്ന് പറയാൻ മാത്രം കൊള്ളില്ല, അതുപോലെയുള്ള അറ്റകുറ്റപ്പണികളുടെ പേരിലുണ്ട്, അല്ലാതെയുണ്ട്. അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് കൂടി ഉണ്ടാകുമ്പോഴല്ലേ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുക. പ്രദീപ് പറയുന്നത് കുറേ കാര്യങ്ങൾ നമുക്ക് കേട്ടല്ലോ.
തീർച്ചയായിട്ടും ഇത് നമ്മൾ വെറുതെ വാചോടൊപ്പം നടത്തിയിട്ട് മാത്രം കാര്യമില്ല. പൊതുഗതാഗത സംവിധാനങ്ങൾ നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെയും നമ്മുടെ സുസ്ഥിര ഭാവിക്ക് ആവശ്യമാണെന്നും എല്ലാ ആൾക്കാരും, ഭരണകൂടം, അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് വളരെ മനസ്സിലാക്കുകയും അതിനു വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ചെയ്താൽ മാത്രമേ അതുകൊണ്ട് കാര്യങ്ങളുള്ളൂ. ഇപ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, ഇപ്പോൾ നേരത്തെ ഇവിടെ ഈ ചർച്ചയിൽ പറഞ്ഞ പോലെ, പ്രദീപ് പറഞ്ഞ പോലെ 32,000 ബസ് ഒരു കാലത്തുണ്ടായിരുന്നു. അതിൽ നിന്നും ഇപ്പോൾ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം 7,000-7,500 കുറഞ്ഞു. അപ്പോൾ ബസ്സുകളിൽ നിന്നും സർക്കാരിന് ടാക്സ് ഇനത്തിൽ കിട്ടിയിരുന്ന വരുമാനത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം കേരളത്തിൽ മൊത്തം കാറുകളുടെയും ടൂ വീലറുകളുടെയൊക്കെ എണ്ണം കൂടി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടും കൂടി ഇപ്പോൾ ഏതാണ്ട് 1 കോടിയുടെ അടുത്ത് എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറിയ നമ്പർ ഉണ്ടായിരുന്നു, വളരെ വലിയൊരു നമ്പറായിട്ട് അവിടെ എണ്ണം കൂടി. അപ്പോൾ അതേസമയം ഇപ്പോൾ നമ്മൾ പൊതുഗതാഗതത്തിനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ എന്തുകൊണ്ട് ഈ സ്വകാര്യ ബസ്സുകളിൽ പ്രദീപ് സൂചിപ്പിച്ച പോലെ ഈ 1,00,000 ചില്ലാനം രൂപ വരെ 3 മാസം കൂടുമ്പോൾ ടാക്സ് പിരിക്കുന്നത് എന്തുകൊണ്ട് അവർക്ക് കുറച്ച് കൊടുത്തുകൂടാ? എന്തുകൊണ്ട് സർക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? ഇവരൊരു പൊതു സേവനമാണ് നടത്തുന്നത്. അതൊരു ലാഭേച്ഛയോടുകൂടി ഒരു വ്യവസായമായിട്ട് നടത്തുന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ ഉപയോഗിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് ഈ സംസ്ഥാനത്ത് നമ്മുടെ ഈ ജനങ്ങൾ രാജ്യത്തിന് മൊത്തമായിട്ടാണ് അതുകൊണ്ടുള്ള ഗുണഫലം. ജനങ്ങൾ അതിൽ കയറി യാത്ര ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന മെച്ചം പല രീതിയിൽ നമ്മുടെ സമൂഹത്തിനാണ് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു കറവപ്പശു പോലെ കണ്ട് അതിൻ്റെ ടാക്സ് വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ അത് കുറയ്ക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാതെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് എന്നാൽ അതിൻ്റെ എണ്ണം കുറയുക കൂടി ചെയ്യണം. അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പം മൊത്തം വരുമാനം നേരത്തെ കിട്ടിയിരുന്നതിനേക്കാൾ കുറഞ്ഞുണ്ടാവും. ഇപ്പോൾ 32,000 ബസ്സിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കുറഞ്ഞ ടാക്സ് അല്ലേ എന്തായാലും 7,000 ചിലങ്ങളിൽ. അപ്പോൾ ഇത് ഒരു പൊന്മുട്ട് ഇടുന്ന താറാവിനെ കൊല്ലുന്ന പോലെയുള്ള നടപടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരാദ്യം മനസ്സിലാക്കണം. അപ്പം ഇവരെ സഹായിക്കാൻ വേണ്ടി ന്യായമായിട്ടുള്ളൊരു പൈസ, ഇവരുടെ റെക്കോർഡുകളും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാനും ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ട് വളരെ ന്യായമായ ഒരു പൈസ മാത്രം, ഒരു ചെറിയ പൈസ മാത്രം അവരിൽ നിന്ന് ടാക്സ് ഈടാക്കുകയും അത് ബാക്കി അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഇൻഷുറൻസ്, മറ്റ് ചിലവുകൾ, ഈ സ്പെയർ പാർട്സിനായിട്ട് ഇതിനെല്ലാം ഈ സ്വകാര്യ ബസ്സുകളെയൊക്കെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഒന്നാക്കി അതിൻ്റെയൊക്കെ പ്രീമിയത്തിലൊക്കെ കുറവ് വരുത്താനും ഇവർക്ക് ന്യായമായ വിലയ്ക്ക് ഡീസലോ അല്ലെങ്കിൽ അതുപോലെ സ്പെയർ പാർട്സോ ടയറുകൾ ഇതൊക്കെ കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിലൊക്കെ സർക്കാരിൻ്റെ ഒരു മുൻകൈയിൽ ഈ കമ്പനികളുമായിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതൊരു പക്ഷേ സാധിച്ചേക്കാം. ഈ ബസ് ഉടമകളും കൂടി സഹകരിച്ച് എല്ലാവരും ഒന്നിച്ചൊരു ചർച്ച ചെയ്ത് ഒരു പൊതുവായിട്ടുള്ളൊരു കൺസോർഷ്യം പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെ പല വിധത്തിൽ ഇതിൻ്റെ പ്രവർത്തന ചെലവ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലൊക്കെ ആണെങ്കിലാണ് ഇതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാർഗം, ഒരു ഗതാഗത മാർഗത്തിന് നമ്മൾ പിന്നെ ഒരുപക്ഷേ ഇവർക്ക് മുൻഗണന കൊടുക്കണം. നമ്മൾക്കറിയാം, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ തൃശ്ശൂർ പൂരം, ഇവിടെ തൃശ്ശൂർ വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജാഥയോ ഒരു ടൗണിലൊരു ബ്ലോക്കോ വരികയാണെങ്കിൽ പോലീസിൻ്റെ പത്രക്കുറിപ്പ് വരിക, പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികളൊക്കെ പടിഞ്ഞാറേ കോട്ടയിലും കിഴക്കേ ഭാഗത്ത് നിന്ന് വരുന്ന കിഴക്കേ കോട്ട, ആ സൈഡിൽ നിന്ന് തെക്കുന്ന് വരുന്ന വണ്ടികൾ ശക്തം പാർക്ക്, ഇതിലും വടക്കുന്ന് വരുന്ന വണ്ടി വടക്കേ ശാലി യാത്ര അവസാനിപ്പിക്കും. അപ്പോൾ ഇതിൽ വരുന്ന 50-60 ആളുകൾ എന്ത് ചെയ്യും? ഇതാരും ചിന്തിക്കില്ല. എന്നാൽ ടൂ വീലറിനും കാറിനും അപ്പോൾ ഒരു നിയന്ത്രണവും ഇല്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് വെച്ച് കയറി പോവാം. അപ്പം നിങ്ങൾ സ്വന്തം വാഹനം എടുക്കാതെ പൊതുവാഹനം ഉപയോഗിച്ച് വരുന്നൊരു യാത്രക്കാരനെ പീനലൈസ് ചെയ്യാണ്. അയാൾ പിന്നെ 30 രൂപയോ 40 രൂപ കൊടുത്ത് ഓട്ടോറിക്ഷ വിളിച്ച് പോക്കോട്ടെ. അല്ല, അപ്പോൾ കുറേ ആൾക്കാർ എന്ത് ചെയ്യും? ഇന്ന് ടൗണിലേക്ക് പോകുമ്പോൾ ബ്ലോക്കാണ്, അപ്പോൾ ഞാൻ കാർ എടുത്തേക്കാം, അല്ലെങ്കിൽ ടൂ വീലർ എടുത്തേക്കാം, അപ്പോൾ എനിക്ക് എൻ്റെ ഓഫീസ് വരെ പോകാം, അല്ല പോകേണ്ട സ്ഥലം വരെ പോകും. അപ്പോൾ ഗതാഗത തിരക്ക് അവിടെ കൂട്ടുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെതിരായിട്ടുള്ള നടപടികളാണ്. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ ഇത്ര പേരുണ്ടെങ്കിൽ മാത്രമേ കാർ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ചില ദിവസങ്ങളുമുണ്ട്. പിന്നെ ബസ്സിന് ഡൽഹിയിൽ പോലും അതെ, ബസ്സിന് മാത്രമായിട്ടുള്ള ലൈനുകളുണ്ട്. എന്തുകൊണ്ട്? ഇപ്പോൾ ഇവിടുന്ന് അയ്യന്തോൾക്ക് പോകുന്ന ഒരു ലൈനിൽ അല്ലെങ്കിൽ 4 വരി പാതയുണ്ട്. അതിലൊരു പാത അത് ബസ്സുകൾക്ക് മാത്രം പോകാൻ, അത് പല സ്ഥലത്തും ഉണ്ടല്ലോ. ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തുണ്ട് ബസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് എന്നുണ്ട്. അപ്പോൾ എന്താ, ആ വണ്ടി മുമ്പിലെത്തും, കാറിൽ പോയ ബ്ലോക്കിൽ കിടക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ ആളുകൾ ബസ്സിനെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ ഒരുപാട് നയങ്ങൾ ഈ പൊതുഗതാഗത സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പ്രോആക്റ്റീവായിട്ട് ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ആ നടപടികൾ എടുക്കുകയും അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് മുന്നോട്ട് കൂടുതലായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ഈ പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊല്ലുന്നതിന് തുല്യമായിരിക്കും. ഇത് ഇല്ലാതായി കഴിയുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നമ്മൾ അന്ന് മനസ്സിലാക്കുക. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിണ്ടാവും. ഈ വ്യവസായ മേഖലയിൽ നിന്നുള്ള ഇപ്പം നടത്തുന്നവർ കൂടി പിൻവാങ്ങിപ്പോയാൽ പിന്നെ ഒരു തലമുറ ഇത് നടപ്പിലാക്കാൻ മുന്നോട്ട് വരുമെന്ന് സംശയമാണ്. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ KSRTC പോലെ പ്രസ്ഥാനത്തിന് ഇത് കൊണ്ടുനടക്കാൻ പറ്റുകയെന്ന് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ KSRTC യഥാർത്ഥത്തിൽ ഇവിടെ ജനങ്ങളുടെ ഗതാഗത സംവിധാനത്തിന് വേണ്ടിയിട്ടാണ്, പൊതുഗതാഗതത്തിനാണ് കൊണ്ടുവച്ചാൽ അവരിന്ന് പ്രധാനമായിട്ട് ചെയ്യുന്നത് ടൂറിസ്റ്റ് ഓപ്പറേറ്ററുടെ പണിയാണ്. ഈ റോട്ടിൽ യാത്രക്കാർക്ക് വേണ്ടി ഓടുന്ന ബസ്സുകൾ മുഴുവൻ വിനോദയാത്രയ്ക്ക് ഓടിച്ചുകൊണ്ടാണ് KSRTC ഇപ്പോൾ പിടിച്ച് കച്ചറപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അതാണ് അവരെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവരുടെ ബസ് റൂട്ടിൽ ഓടേണ്ട ബസ്സുകൾ പിൻവലിച്ചിട്ടാണ് വിനോദയാത്ര പോകുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്?
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കർശനമായിട്ട് മനസ്സിലാക്കണം. ഇത് സ്വകാര്യ ബസ്സുകൾ പോയെങ്കിൽ മാത്രമേ, വിജയിച്ചെങ്കിൽ മാത്രമേ, അത് ഫ്ലറിഷ് ചെയ്തെങ്കിൽ മാത്രമേ തന്നെ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ. ഇതിനെങ്ങനെ മറികടക്കാനാവും? ഈ പൊതുഗതാഗതത്തെ സംരക്ഷിക്കാനായി ഏറ്റവും ഒടുവിൽ നമുക്ക് ചുരുക്കി എങ്ങനെ പറയാൻ പറ്റും? ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംവിധാനത്തിനെ വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? പൊതു സർവീസ് വർദ്ധിപ്പിക്കാനായിട്ട്. പൊതു സർവീസ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം കൂടണം. പാസഞ്ചേഴ്സിൻ്റെ എണ്ണം കൂടാനായിട്ട് ബസ് സർവീസ് വേണമെങ്കിൽ ആ ബസ് സർവീസുമായി ബന്ധപ്പെട്ട് ആരാണോ അതിന് പണം ഇറക്കുന്നത് അവൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും സർക്കാർ തയ്യാറാക്കി കൊടുക്കണം. ഭീമമായ സംഖ്യ ഒരു ബസ് എടുക്കാൻ വേണം, അതിന് ടാക്സ് അടയ്ക്കാൻ വേണം, അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വേണം. ഇതെല്ലാം കഴിഞ്ഞ് വണ്ടി റോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പ്രശ്നങ്ങൾ വേറെ വരുന്നു. അപ്പോൾ ഒരു ശത്രുതാ മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് പൊതുമേഖലാ സർവീസുകൾ, സ്വകാര്യ മേഖലയിലെ ബസ്സുകളെ സർക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മനോഭാവം ആദ്യം തന്നെ മാറണം. ഇത് സംരക്ഷിക്കേണ്ടത് നമ്മളേക്ക് ഉത്തരവാദിത്തമാണ്. അതേപോലെ ആരാണോ അതിന് പണം മുടക്കിയത്, ആ പണം മുടക്കിയിട്ടുള്ള വ്യക്തി അയാളുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പൊതു സർവീസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വണ്ടിയാണ്, അത് നമ്മളുടെയാണ് എന്നുള്ള രൂപത്തിൽ ആ മനോഭാവം ഗവൺമെൻറ്റിനുണ്ടാവണം, യാത്രക്കാർക്കുണ്ടാവണം, ആ വണ്ടി ആരാണോ ഓടിക്കുന്നത് അവർക്ക് ഉണ്ടാവണം. ഒരു പ്രൊഫഷണൽ സംവിധാനം നമ്മളെ ഈ തൊഴിൽ മേഖലയിൽ കൊണ്ടുവരണം. ഈ പ്രൊഫഷണൽ സംവിധാനം ഗവൺമെൻറ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ബോധവൽക്കരണത്തിൽ കൂടി തന്നെയാണ് നടക്കുള്ളൂ. ഇന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവറെ നമുക്ക് അവിടെ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. അവൻ്റെ വൈകല്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ അവൻ്റെ കുറവുകൾ എന്താണോ ആ കുറവുകൾ കണ്ടെത്തി അവനെ ഒരു എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് പ്രൊഫഷണലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ അവൻ്റെ മനോഭാവത്തിന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ തന്നെ ആ തൊഴിലാളി കൃത്യമായി തന്നെ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡ്രൈവറാണ്, അല്ലെങ്കിൽ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു കണ്ടക്ടറാണ്, എൻ്റെ ഉത്തരവാദിത്തം ഇന്നതാണ്, ഇത്രയും പേരെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്നുള്ളൊരു സാധനം, ഒരു മനോഭാവം അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ നേരത്തെ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കുറ്റപ്പെടുത്തൽ എന്ന സംവിധാനത്തിനപ്പുറത്ത് കൂട്ടമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നിടത്തും മാത്രമേ ഇത് വിജയിക്കുള്ളൂ. ഇപ്പം നേരത്തെ ടാക്സ് 7000 വണ്ടിയിലേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4 ലക്ഷം യാത്രക്കാരുടെ കുറവ് മാത്രമാണ് KSRTCയിൽ 10 വർഷം കൊണ്ടുണ്ടായിട്ടുള്ളൂ. 4 ലക്ഷത്തോളം. ആ സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ 14,500 രൂപയാണ് ഗവൺമെൻറ് അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇവിടെ എന്ത് കോൺട്രിബ്യൂഷനാണ് കിട്ടുന്നത്? ഈ സ്വകാര്യ മേഖലയിലെ ബസ്സുകൾ നിലനിർത്താനായിട്ട് എന്ത് കോൺട്രിബ്യൂഷനാണ്? ഒരു കൂലിപ്പണിക്കാരന് ഇന്ന് കൂലി 1000 രൂപയാണ്. ഒരു ഡ്രൈവർക്ക് ഇന്ന് കിട്ടുന്നത് 1300 രൂപയാണ്. ഒരു ഡ്രൈവർക്ക് കാലത്തൊട്ട് വൈകുന്നേരം വരെ അതിൻ്റെ ഭാഗമായി പരമാവധി കിട്ടുന്നത് 1300 രൂപയാണ്. അപ്പോൾ അയാളുടെ കുടുംബം, കുട്ടികളുടെ പഠനം, ഇന്ന് കുട്ടികളുടെ പഠനം എന്ന് പറയും നമ്മൾ ഉദ്ദേശിച്ച ഒരു അവസ്ഥയിലല്ല കേരളത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അവന് വേണ്ടി വരുന്ന അധികമായിട്ടുള്ള പണത്തിൻ്റെ ആവശ്യകത, ആ ആവശ്യകത പോലും അവന് അത് കൈകാര്യം ചെയ്തു പോകാൻ പറ്റുന്നില്ല. രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, കിട്ടുന്ന പണം കൃത്യമായി തന്നെ മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിച്ചുകൊണ്ട് കുട്ടികളെ പഠനത്തിനായാലും മാതാപിതാക്കളുടെ മറ്റേ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ആ കാര്യം ഇതിനൊന്നും വിനിയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദമുണ്ട്. ഈ സമ്മർദ്ദമൊക്കെ തന്നെയായിരിക്കും അയാളുടെ ജോലിയിലും കാണുന്നത്. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ തയ്യാറാവും. ഈ ടിക്കറ്റ് കീറി നൽകുന്നില്ല എന്നതുൾപ്പെടെ സ്വകാര്യ ബസ് മേഖലയെ ഒരുപാട് പരാതികൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ പൊതുഗതാഗത സംവിധാനം നിലനിൽക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. നമ്മുടെ കാലാവസ്ഥയുടെ വളരെയധികം മലിനീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാം കൊണ്ടും ഈ പൊതുഗതാഗത സംവിധാനം നമുക്ക് നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. ഏറ്റവും ഒടുവിൽ ചുരുക്കി എങ്ങനെ പറയാനാകും? ഇത് പൊതുഗതാഗതം നിലനിൽക്കുന്നതിനെ കുറിച്ച് ആവശ്യകതയൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് തകർക്കാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ, സ്വകാര്യ ബസ്സുകൾക്ക് ഉണ്ടായിരുന്ന പെർമിറ്റുകൾ തകർത്ത ആർക്കാണ് ലാഭം? പറഞ്ഞുതരാം, അതിലേക്ക് കിടക്കാം. പുതിയ റൂട്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പെർമിറ്റുകൾ, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ ഇപ്പോൾ പുതുക്കി നൽകുന്നില്ല. അതാണ് ഞങ്ങൾ ജാഥയിലടക്കം ഞങ്ങൾ ഉന്നയിച്ചൊരു വിഷയം. അതാണ് പുതുക്കി നൽകാത്തത്. അതെന്തുകൊണ്ട് പുതുക്കി നൽകാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഗതാഗത നയം അനുസരിച്ച് ഇവിടെ വലിയ റൂട്ടുകൾക്ക് പുതിയ കമ്പനികളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാണ് KSRTCയിൽ തന്നെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി അത് ദീർഘദൂര ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന ഇതിലേക്ക് കടന്നത്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ ഓരോ റൂട്ടുകളിലേക്കും ഇപ്പോൾ കേന്ദ്ര ഒരു നയത്തിൻ്റെ ഭാഗമാണിത്, അത് ഇവിടെ നടപ്പിലാക്കുകയാണ്. ഈ പെർമിറ്റുകൾ ഞങ്ങളെ പുതുക്കി നൽകാതെ വലിയ കമ്പനികളെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണിത്.
ഞങ്ങൾക്ക് പുതുക്കി നൽകാതെ ഈ കമ്പനികൾ 100-150 ബസ്സുകളുള്ള വലിയ കമ്പനികൾ ഇനി ഈ മേഖലയിലേക്ക് കടന്നു വരും. അതാണ് ഇനി യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ പോകുമ്പോൾ ഇത്തരം കമ്പനികൾ വന്നു കഴിഞ്ഞാൽ ഈ പൊതുഗതാഗതത്തിൽ എന്താ ഉണ്ടാവുക? ഇപ്പോൾ ഞങ്ങൾ സ്വകാര്യ ബസ്സുകളിൽ സാധാരണ വികലാംഗർക്കായാലും വിദ്യാർത്ഥികൾക്കായാലും അതുപോലെ അംഗപരിമിതർ ഒരുപാട് ആളുകൾക്ക് കൺസെഷനോട് കൂടിയിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മിനിമം നിരക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പരിമിതി ഉണ്ട്. 10 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്, തൊട്ടടുത്ത സ്റ്റേജ് 13, 15 അങ്ങനെ പോകുന്നുണ്ട്. ഇനി ഇത്തരം ഒരു കമ്പനികൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, അതിന് ഗവൺമെൻറ്റിന് പോലും ഒരു നിയന്ത്രണം ഉണ്ടാവില്ല അതിൻ്റെ ഒരു ചാർജിൽ. അവർക്ക് ഇഷ്ടമുള്ള റേറ്റുകൾ. ഇപ്പം നമുക്കറിയാം, പണ്ട് ബാംഗ്ലൂർക്കൊക്കെ ബസ്സുകളിൽ ആദ്യ യാത്രകളിലൊക്കെ നമ്മൾ കണ്ടപ്പോൾ ബസ്സുകൾ, വലിയ ബസ്സുകൾ വന്നു, അതിൽ മറ്റേ യാത്രക്കാർക്ക് പുതപ്പ് കൊടുത്തു, വെള്ളം കൊടുത്തു, അങ്ങനെ സൗകര്യങ്ങളൊക്കെ കൊടുത്തു. ചാർജ് ഒരു വിധം കുറവായിരുന്നു. അപ്പോൾ ആ മേഖല ഉണ്ടായിരുന്ന കുറേ മറ്റേ ബസ്സുകളൊക്കെ, ദീർഘദൂര ബസ്സുകൾ, സാധാരണ ബസ്സുകാരൊക്കെ അവസാനിപ്പിച്ചു പോയി. ഇപ്പം അവിടെ വെള്ളമില്ല, പുതപ്പുമില്ല, ഒന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള റേറ്റ്. ഇപ്പോൾ ഓണത്തിന്, ഇപ്പോൾ വിഷു, ക്രിസ്മസ്, ഇങ്ങനത്തെ സീസണുകളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള റേറ്റ്. അതിന് ആ സമയത്ത് ആ സംവിധാനമേ ഉള്ളൂ എന്ന് ഇരിക്കുമ്പോൾ ആ റേറ്റ് വാങ്ങിച്ചിട്ട് അങ്ങനത്തെ വലിയ കമ്പനികളെ കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയാണ് ഈ സ്വകാര്യ ബസ് ഈ മേഖലയിലും. ഇത് തകർന്നു കഴിഞ്ഞാൽ ഇത്തരം കമ്പനികൾ വരും. അപ്പോൾ പിന്നെ അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പ്രസക്തി മനസ്സിലാവുക. അപ്പോൾ അവർ തോന്നിയ റേറ്റ് ആയിരിക്കും. ഇന്ന് പറയുന്ന പോലെ നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. 10 രൂപ എന്നുള്ളത് നാളെ 15 രൂപയാവും, തിങ്കളാഴ്ച 20 രൂപയാവും, ഞായറാഴ്ച കുറച്ച് കുറയ്ക്കും. അങ്ങനെ ഒരു വലിയ ടീം വന്ന് ഇവിടെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനമാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ തകർക്കാനുള്ള ഒരു ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞങ്ങൾക്ക് അത് ഓരോരോ നയങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരമൊരു പീഡനം ഇതുപോലെയുണ്ട്. അതുപോലെ തന്നെ അതിന് സഹായകരമാകുന്ന രീതിയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഇപ്പം നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി അവസാനിപ്പിക്കാം. ഈ ക്യാമറകൾ വെച്ചുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ചെക്ക് റിപ്പോർട്ടുകൾ എഴുതുക. അതുപോലെ തന്നെ ഒളിഞ്ഞു നിന്ന് ക്യാമറകൾ, ഈ ഫോട്ടോസ് എടുക്കുക. ഇപ്പോൾ പണ്ടൊക്കെ നമുക്കൊരു കുറ്റം ചെയ്ത് നമ്മളൊരു ഗതാഗത ലംഘനം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ വന്നു നമ്മളോട് ചോദിച്ചു, എന്തുകൊണ്ട് ചെയ്തു, നിങ്ങൾ ചെയ്തു, നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ അല്ലെങ്കിൽ ലൈസൻസ് ചോദിച്ചിട്ടാണ് നമുക്കൊരു കുറ്റം ചെയ്തതിന് നമുക്കൊരു പറയാം, നമുക്ക് എന്താ പറയാനുള്ള ഭാഗം കൂടി കേൾക്കാം. ഇപ്പം അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. ഇതിപ്പോൾ അവിടെ എവിടെയോ ആരോ ഉദ്യോഗസ്ഥന്മാർ ഡോർ തുറന്നിട്ടുണ്ടോ, അത് ചെയ്തിട്ടുണ്ടോ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പോലീസ് അടക്കം അവർക്ക് ടാർഗറ്റ് കൊടുത്തുകൊണ്ട് മൊബൈലിൽ ഫോട്ടോ എടുക്കുക, ആ ഫോട്ടോ അതിലേക്ക് അപ്ലോഡ് ചെയ്യുക, നേരെ നമുക്ക് ഫൈൻ വരും, നമ്മൾ അടയ്ക്കണം. നമ്മൾ എന്ത് സേവനത്തിന് പോകണമെങ്കിലും ഈ ഫൈനുകൾ പൂർണ്ണമായി അടച്ചാൽ മാത്രമേ സേവനം കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ അടുത്ത് ചോദ്യം, നമ്മൾ എന്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഷംസുഖ പറഞ്ഞിട്ടുള്ള പോലെ ഇതൊന്നുമില്ല, ബോധവൽക്കരണം ഒന്നുമില്ല, നേരെ ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, നീ പൈസ അടച്ചോ, വേറെ കഥയൊന്നുമില്ല, വേറെ വർത്താനില്ല. നമുക്ക് പറയാനുള്ള ഒരു അവസരം പോലും ഇല്ലാത്ത രീതിയിലാണ് ഫൈനുകൾ ചുമത്തിക്കൊണ്ടാണ് ഇതിനെ തകർക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ വ്യവസായം, പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടും ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഓരോ ദിവസം തോറും കുറഞ്ഞുകൊണ്ടിരുന്നത്. ഇതില്ലാതാകുമ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാകുക. ജനങ്ങൾക്ക് ഇത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യുന്നുള്ളൊരു സംവിധാനമാണ്. അതൊരു സുരക്ഷ, ഇതുപോലെ അപകടം എന്ന് പറഞ്ഞാൽ റോഡുകൾ ഉപയോഗിക്കുന്നത് കൂടുതലും സ്വകാര്യ ബസ്സുകളായതുകൊണ്ടാണ് അപകടങ്ങളുടെ എണ്ണം വരുന്നത്. അപ്പോൾ അത് ഏറ്റവും സുരക്ഷിതമായ മാർഗമാണ്, ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമാണ്. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. അത് നാടിൻ്റെ ആവശ്യം കൂടിയാണ് പൊതുഗതാഗത സംവിധാനം നിലനിർത്തേണ്ടത്. അതിനായി സർക്കാർ സംവിധാനങ്ങളും ഒപ്പം നിൽക്കട്ടെ. ചില നിഗൂഢ ലക്ഷ്യങ്ങളുമായി വലിയ കമ്പനികൾക്ക് പരവതാനി വിരിക്കുന്ന അത്തരം ചില നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായും തടയിടേണ്ടതാണ്. ഈ സംവിധാനം നിലനിൽക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. വളരെ ഗൗരവകരമായ ഈ ചർച്ചയ്ക്ക് നമ്മളോടൊപ്പം പങ്കെടുത്ത ശ്രീ പി കൃഷ്ണകുമാർ, ശ്രീ ഷംസുദ്ദീൻ, ശ്രീ പ്രദീപ്, 3 പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.